ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സഭാപ്രസംഗകൻ 1-ാം അധ്യായത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: സഭാപ്രസംഗകൻ 1-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 18. 2. സഭാപ്രസംഗകൻ അധ്യായം 1-ലെ ഏക ശീർഷകം എന്ത്? ഉത്തരം മിഥ്യകളിൽ മിഥ്യ. 3. ആരുടെ വാക്കുകളെന്ന് പറഞ്ഞുകൊണ്ടാണ് സഭാപ്രസംഗകൻ പുസ്തകം ആരംഭിക്കുന്നത്? ഉത്തരം ജെറുസലേമിലെ രാജാവും ദാവീദിന്റെ പുത്രനുമായ സഭാപ്രസംഗകൻ. 4. സഭാപ്രസംഗകൻ എവിടുത്തെ രാജാവായിരുന്നു? ഉത്തരം ജെറുസലേമിലെ. 5. സഭാപ്രസംഗകൻ ആരുടെ പുത്രനായിരുന്നു? ഉത്തരം ദാവീദിന്റെ. 6. പ്രസംഗകൻ പറയുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് പറയുന്നത് എന്ത്? ഉത്തരം മിഥ്യകളിൽ മിഥ്യ, സകലവും മിഥ്യ. 7. മിഥ്യകളിൽ മിഥ്യ, സകലവും മിഥ്യ അധ്യായവും വാക്യവും പറയുക. 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. 8. സകലവും എന്താണ് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം മിഥ്യ. 9. എവിടെ മനുഷ്യന് അധ്വാനം കൊണ്ട് എന്ത് ഫലം എന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത്? ഉത്തരം സൂര്യന് താഴെ. 10. എന്താണ് വരികയും പോവുകയും ചെയ്യുന്നത്? ഉത്തരം തലമുറകൾ. 11. എന്നേക്കും നിലനിൽക്കുന്നത് എന്ത്? ഉത്തരം ഭൂമി. 12. എന്താണ് ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത്? ഉത്തരം സൂര്യൻ. 13. എന്താണ് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഉത്തരം കാറ്റ്. 14. കാറ്റ് ഏതെല്ലാം ദിശകളിൽ വീശുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം തെക്കോട്ട് വീശുന്നു, തിരിഞ്ഞ് വടക്കോട്ട് വീശുന്നു, വീണ്ടും തെക്കോട്ട് വീശുന്നു. 15. കാറ്റ് ആദ്യം എങ്ങോട്ടാണ് വീശുന്നത്? ഉത്തരം തെക്കോട്ട്. 16. സമുദ്രത്തിലേക്ക് ഒഴുകുന്നത് എന്ത്? ഉത്തരം നദികൾ. 17. നദികൾ സമുദ്രത്തിലേക്ക് ഒഴുകിയാലും സമുദ്രത്തിന് എന്ത് സംഭവിക്കുന്നില്ല? ഉത്തരം നിറയുന്നില്ല. 18. ഉറവിടത്തിലേക്ക് വീണ്ടും ഒഴുക്ക് തുടരുന്നത് എന്ത്? ഉത്തരം നദികൾ. 19. നിറയുന്നില്ലാത്തത് എന്താണ്? ഉത്തരം സമുദ്രം. 20. മനുഷ്യന് സകലവും എന്താണ്? ഉത്തരം ക്ലേശഭൂയിഷ്ടമായത്. 21. അത് വിവരിക്കുക മനുഷ്യന് അസാധ്യം. ഏത്? സകലവും ക്ലേശഭൂയിഷ്ടമായത്. 22. കണ്ടിട്ടോ കേട്ടിട്ടോ മതി വരാത്തത് ആർക്ക്? ഉത്തരം കണ്ണിനും ചെവിക്കും. 23. എന്ത് വീണ്ടും ഉണ്ടാകുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ഉണ്ടായത് തന്നെ. 24. ചെയ്യുന്നത് തന്നെ വീണ്ടും ചെയ്യുന്നു അധ്യായവും വാക്യവും എഴുതുക. ഉത്തരം 1:9. 25. എവിടെ പുതിയതായി ഒന്നുമില്ല? ഉത്തരം സൂര്യന് താഴെ. 26. കഴിഞ്ഞതൊന്നും ആരും എന്തും ചെയ്യുന്നില്ല? ഉത്തരം ഓർക്കുന്നില്ല. 27. വരാനിരിക്കുന്നവയെ അവയ്ക്ക് ശേഷം വരാനിരിക്കുന്നവർ ഡാഷ്. ഉത്തരം ഓർമ്മിക്കുകയില്ല. 28. സഭാപ്രസംഗകൻ ജെറുസലേമിൽ ആരുടെ രാജാവായിരുന്നു? ഉത്തരം ഇസ്രായേലിന്റെ. 29. ആകാശത്തിൻ കീഴിൽ സംഭവിക്കുന്നതെല്ലാം എങ്ങനെ ആരാഞ്ഞറിയുവാൻ സഭാപ്രസംഗകൻ പരിശ്രമിച്ചു? ഉത്തരം ജ്ഞാനത്തോടെ. 30. വ്യഗ്രതയോടെ ചെയ്യുവാൻ ആര് മനുഷ്യനെ ഏൽപ്പിച്ച ജോലിയാണ് ക്ലേശകരമായത്? ഉത്തരം ദൈവം. 31. സൂര്യന് കീഴിൽ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും എന്താണ്? ഉത്തരം മിഥ്യയും പാഴ്വേലയും. 32. എന്താണ് നേരെയാക്കാൻ ആർക്കും കഴിയാത്തത്? ഉത്തരം വളഞ്ഞത്. 33. എന്താണ് എണ്ണുക അസാധ്യം? ഉത്തരം ഇല്ലാത്തത്. 34. എല്ലാ രാജാക്കന്മാരെയും കാൾ അധികം എന്താണ് സഭാപ്രസംഗകൻ സമ്പാദിച്ചത്? ഉത്തരം ജ്ഞാനം. 35. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും എന്താണ് അനുഭവിച്ചറിഞ്ഞു എന്ന് സഭാപ്രസംഗകൻ വിചാരിച്ചത്? ഉത്തരം യഥാർത്ഥ രൂപം. 36. ജ്ഞാനത്തെയും അറിവിനെയും ഉന്മാദത്തെയും വിവേചിച്ചറിയുവാൻ ആരാണ് ഉദ്യമിച്ചത്? ഉത്തരം സഭാപ്രസംഗകൻ.
37 ജ്ഞാനം ഏറുമ്പോൾ എന്ത് ഏറുന്നു? ഉത്തരം ദുഃഖം. 38 അറിവ് വർദ്ധിക്കുമ്പോൾ എന്ത് വർദ്ധിക്കുന്നു? ഉത്തരം വ്യസനവും. 39 എന്താണ് ഉദിച്ചെടുത്ത് വേഗം തിരിച്ചെത്തുന്നത്? ഉത്തരം സൂര്യൻ. 40 പുതിയത് എന്ന് പറയാൻ എന്തുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്താണ്? ഉത്തരം യുഗങ്ങൾക്ക് മുൻപേ തന്നെ അതുണ്ടായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ലൈക്ക്, ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.